പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ധന്യവും അതിശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാല ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ഷോർട്ട് മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും ആശ്വാസവുമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയവനായ ദൈവത്തിന്റെ അത്ഭുതകരമായ വിടുതലും പ്രത്യാശകൾ വെളിപ്പെടുത്തി സ്വർഗം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി കാലത്തെ ചിന്ത, ആമേൻ, നിനക്ക് വിരോധമായി ഒരായുധവും ഫലിക്കയില്ല എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് രാത്രി കാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ, പലപ്പോഴും ആമേൻ നമ്മൾ ചിന്തിക്കാറുണ്ട്, ആമേൻ, മറ്റുള്ളവർ എനിക്ക് വേണ്ടി മന്ത്രവാദം ചെയ്യുന്നു, കൂടുപാത്രം ചെയ്യുന്നു, ക്ഷുദ്രപ്രയോഗങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ നാം ചിന്തിക്കുമ്പോൾ സർവശക്തനായ ദൈവം പറയുന്നു, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും നിനക്ക് ഫലിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. ഇങ്ങനെ വചനം പഠിപ്പിക്കുന്നുണ്ട്, ആഭിചാരം യാക്കോബിന് ഫലിക്കുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഏൽക്കുകയില്ല. ആഭിചാരവും ലക്ഷണവിദ്യകളൊന്നും ദൈവത്തെ ഭയപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് ആഞ്ഞടിക്കുവാൻ അനുവദിക്കാതെ സർവശക്തനായ ദൈവം അവിടുന്ന് പരിപാലിക്കുവാനിടയായിത്തീരും. അതിനാധാരമായിട്ടൊരു വാക്യം വായിക്കുന്നു. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായം 17 വാക്യം, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കുകയില്ല, ന്യായവിധിയിൽ നിന്നോട് എതിർക്കുന്ന ഏത് നാവിനെയും നീ കുറ്റം വിധിക്കും. ഇപ്പൊ ന്യായവിധിയിൽ നിന്നോട് എതിർക്കുന്ന, നിന്നോട് മത്സരിക്കുന്ന, നിന്നോട് ആമേൻ ആഭിചാരം ചെയ്യുന്ന, പകവയ്ക്കുന്ന ജനത്തോട് നീ മത്സരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും എന്നാണ് ആമേൻ ദൈവാത്മാവിന്റെ വചനം വ്യക്തമായി വിളിച്ചു പറയുന്നത്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല എന്ന് പറയുമ്പോൾ എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഒരു മൊർദെഖായിയെ ആമേൻ കഴുമരത്തിൽ തൂക്കിക്കളയുവാൻ ഒരു ഹാമാൻ ആമേൻ ശക്തമായിട്ട് ആയുധം പണിയുവാനിടയായി തീർന്നു, ഒരു കഴുമരം ഒരുക്കുവാനിടയായി തീർന്നു. ഹാമാന്റെ പദ്ധതി എന്ന് പറയുന്നത്, ആമേൻ, ഒരു മൊർദെഖായി ശൂശൻ പട്ടണത്തിൽ ആമേൻ കിടക്കുമ്പോഴും ആമേൻ ഹാമാനെ വണങ്ങാതിരിക്കുമ്പോൾ, ഹാമാന് ബഹുമാനം കൊടുക്കുവാനോ ഹാമാനെ വന്ദിക്കുവാനോ ആമേൻ തയ്യാറാകാതിരിക്കുമ്പോൾ ഹാമാന്റെ ജീവിതത്തിൽ ഒരു ചിന്ത വന്നു, ആമേൻ ഈ മൊർദെഖായിയെ എങ്ങനെയും കൊല്ലണം എന്ന് കരുതി ആമേൻ താൻ ഒരു കഴുമരം ഒരുക്കുകയാണ്. ആമേൻ മൊർദെഖായിക്ക് വിരോധമായിട്ട് ശക്തമായിട്ട് ആയുധം പണിയുകയാണ്. ആയുധം പണിഞ്ഞ് അവനെ തൂക്കിലേറ്റണമെന്നുള്ള ചിന്തയോടുകൂടി ഹാമാൻ കഴുമരം ഒരുക്കി കാത്തിരിക്കുക. പക്ഷേ നിനക്ക് വിരോധമായി ഒരുക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. തിരുവചനം വിളിച്ചു പറയുന്നത് പോലെ ആമേൻ മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ ഒരു കഴുമരം ഒരുക്കിയെങ്കിലും ആമേൻ ആ കഴുമരകത്തിൽ ആര് കഴുമരം തയ്യാറാക്കിയോ അതേ വ്യക്തിയെ തന്നെ ആ കഴുമരത്തിൽ തൂക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതാണ് തിരുവചനം വിളിച്ചു പ്രാർത്ഥിക്കുന്ന മൊർദെഖായിയെ, പ്രാർത്ഥിക്കുവാൻ കഴിവുള്ള ആമേൻ ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ കഴിവുള്ള മൊർദെഖായിയെ നിനക്ക് വിരോധമായിട്ട് ഒരു ഹാമാനും പദ്ധതി ഒരുക്കി നിന്നെ പരാജയപ്പെടുത്തുവാൻ അനുവദിക്കുന്ന ദൈവമല്ല ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിക്കാല ദൂത് വിളിച്ചു പറയാം, പ്രിയമുള്ളവരെ, നിങ്ങൾക്കെതിരായി ആമേൻ തകർക്കുവാൻ ആമേൻ ആരെങ്കിലും ആമേൻ മന്ത്രവാദങ്ങൾ ചെയ്താലോ കഴുമരം ഒരുക്കിയാലോ നീ ഭാരപ്പെടേണ്ട. വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്, നിന്നെ താങ്ങുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവുണ്ട്, നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകി തരുവാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവമുണ്ട്. മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ കഴുമരം ഒരുക്കിയെങ്കിലും അതേ കഴുമരത്തിൽ ആമേൻ ഹാമാനെ തൂക്കിയ ദൈവത്തിന്റെ ആത്മാവ് അതേ അധികാരത്തെ മൊർദെഖായിക്ക് കൊടുത്ത ഹാമാൻ കൈവശം വെച്ചിരുന്ന വീടിന്റെ അധികാരത്തെയും ആമേൻ ദേശത്തിന്റെ അധികാരത്തെയും ആമേൻ മൊർദെഖായിയുടെ കയ്യിലേക്ക് കൈമാറ്റം ചെയ്തതുപോലെ ഇന്ന് രാത്രികാലം ദൂത് വിളിച്ചു പറയാം, ആമേൻ ഭാരപ്പെടുന്ന ദൈവവൈതലേ, ആമേൻ നിനക്കെതിരെ പ്രതികൂലങ്ങൾ ചെയ്തു എന്ന് ചിന്തിക്കുന്ന ദൈവവിധരെ നീ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിനക്ക് വിരോധമായി എന്തായുധം ആര് തയ്യാറാക്കിയാലും ആയുധത്തിന്റെ കീഴിൽ അവരെ തന്നെ ഒതുക്കി നിന്നെ വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവം. നീ പ്രതീക്ഷിക്കാത്ത ചില അധികാരത്തിലേക്ക്, ചില താക്കോലുകളെ നിന്റെ കയ്യിലേക്ക് കൈമാറ്റം ചെയ്ത സർവശക്തനായ ദൈവം നിന്നെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ആമേൻ. മറ്റൊരു വാക്യം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ആമേൻ ആയുധം എന്ന് അത് ശത്രുവിന്റെ അക്രമങ്ങൾ, ദോഷപദ്ധതികൾ, എതിർപ്പുകൾ എന്നിവയെ സൂചിപ്പിക്കുന്നു എന്നാണ് ആമേൻ പറയുവാനിടയായി തീരുന്നത്.
ശത്രുവിന്റെ ആക്രമണങ്ങളും ദേശാധിപതി ശക്തികളുടെ ദോഷമായിരിക്കുന്ന പ്രതികൂല ശക്തികളും എതിർപ്പുകളെയും ഇത്യാദി കാര്യങ്ങൾ ജീവിത മേഖലയിൽ ആഞ്ഞടിക്കുമ്പോൾ സർവശക്തനായ ദൈവം നിന്നെ പരിപാലിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ആമേൻ ആമേൻ. മറ്റൊരു ചിന്ത ഇങ്ങനെ വായിക്കുന്നു. സങ്കീർത്തന പുസ്തകം 121 സങ്കീർത്തനം 7-8 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവ സകല അനർത്ഥങ്ങളിൽ നിന്നും നിന്നെ കാക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഏത് പ്രതികൂലത്തിന്റെ അകത്തളത്തിൽ നീ അകപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്നുവോ, ആ പ്രതികൂലത്തിന്റെ നടുവിൽ നിന്ന് ദൈവാത്മാവ് നിന്നെ വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്നവനായി, ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കുന്നവനായി, പ്രത്യാശയുള്ളവനായി ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. യഹോവ സകല അനർത്ഥങ്ങളിൽ നിന്നും നിന്നെ കാക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. കാക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ, നമ്മെ പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. റോമാലേഖനം 8:31 വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആയിരിക്കുമെന്ന് ദൈവവചനം ചോദിക്കുന്നു. ദൈവം നമുക്ക് അനുകൂലമായി നിന്നാൽ ഒരു മനുഷ്യന് നമുക്ക് പ്രതികൂലമായി നിൽക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു ശത്രുവിന്റെ ആയുധവും എനിക്കും നിങ്ങൾക്കുമെതിരെ ഫലിക്കുവാനിടവരാതെ സ്വർഗം വഴി നടത്തി പരിപാലിക്കും. ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കാം. പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. ചിന്തകളാൽ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.